ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ വി എൻ വാസവൻ, തുറമുഖ സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി, ഉദ്ഘാടകനായി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വാട്ടർവേസ് വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ, സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ അനിൽ, വേദിയിലുള്ള എം പിമാർ, MLA മാർ, ഉദ്യോഗസ്ഥ പ്രമുഖർ, ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ഇന്നൊരു ചരിത്ര ദിനമാണ്. കേരളത്തിൻ്റെ വികസന ഭൂപടത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിൻ്റെ ചൈത്രയാത്രയിലെ അടുത്ത സുപ്രധാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. രണ്ടാം ഘട്ട വികസനത്തിന് തുടക്കം കുറിക്കുമ്പോൾ പുലിമുട്ട് 4 കിലോമീറ്ററായും ബെർത്ത് 2000 മീറ്ററായും കണ്ടെയ്നർ ശേഷി 50 ലക്ഷമായി വർദ്ധിപ്പിക്കുവാൻ പോവുകയാണ്. 55 ഹെക്ടർ കടൽ നികത്തിയെടുത്ത് ലിക്വിഡ് ടെർമിനലും യാർഡും അടക്കം സജ്ജമാകുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം മാറുന്നു എന്നതിൽ തർക്കമില്ല. എന്നാൽ ഈ ആഹ്ലാദത്തിനിടയിലും വളരെ ഗൗരവകരമായ ചില യാഥാർത്ഥ്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വം അവകാശപ്പെടാൻ പലരും മത്സരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെന്നാൽ എന്താണ് യാഥാർത്ഥ്യം? വിഴിഞ്ഞത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനം പിതൃത്വം ഏറ്റെടുക്കലല്ല, മറിച്ച് കേരളത്തോടുള്ള അവഗണനയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. നമുക്കറിയാം, ഇത്തരം വൻകിട പദ്ധതികൾക്ക് കേന്ദ്രം വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അനുവദിക്കാറുണ്ട്. നാളിതുവരെ രാജ്യത്തെ ഒരു പദ്ധതിക്കും ബാധകമല്ലാത്ത, ഒട്ടും നീതിയുക്തമല്ലാത്ത നിബന്ധനകളാണ് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ കേന്ദ്രം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. VGF എന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതൊരു ഗ്രാന്റ് ആണ്, തിരിച്ചടയ്ക്കേണ്ട വായ്പയല്ല. കൊച്ചി മെട്രോയ്ക്ക് VGF അനുവദിച്ചപ്പോൾ അത് ഗ്രാന്റായിരുന്നു. തൊട്ടടുത്ത തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ഔട്ടർ ഹാർബർ പദ്ധതിക്ക് 1411 കോടി രൂപ അനുവദിച്ചപ്പോഴും അത് തിരിച്ചടയ്ക്കേണ്ടതില്ല എന്നായിരുന്നു തീരുമാനം. എന്നാൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ കേന്ദ്രത്തിന്റെ നിയമം മാറുകയാണ്. വിഴിഞ്ഞത്തിനായി കേന്ദ്രം നൽകുന്ന 817 കോടി 80 ലക്ഷം രൂപ വായ്പയായി കണക്കാക്കി പലിശ സഹിതം തിരിച്ചടയ്ക്കലെന്നാണ് വിചിത്രമായ ഉപാധി. തുറമുഖത്തിന് ലാഭം കിട്ടി തുടങ്ങുമ്പോൾ മുതൽ നൽകേണ്ടി വരുന്ന ഈ തുക തിരിച്ചടവ് പൂർത്തിയാകുമ്പോൾ പലിശയും വരുമാന വിഹിതവും ചേർത്ത് ഏകദേശം 10,000 മുതൽ 12,000 കോടി രൂപയോളം കേരളം കേന്ദ്രത്തിന് നൽകേണ്ടായി വരികയാണ്. വേറെ 817 കോടി നൽകിയിട്ട് അതിന്റെ 10 ഇരട്ടിയിലധികം തിരിച്ചു പിടിക്കുവാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണോ വികസന സഹായമെന്ന് വിളിക്കുന്നത്. ഈ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ചിലവഴിക്കുന്നത് ചില്ലറ തുകയല്ല. ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിനും ഭൂമി ഏറ്റെടുക്കലിനും റെയിൽ കണക്ടിവിറ്റിക്കുമായി ഏകദേശം 4,775 കോടി 14 ലക്ഷം രൂപയാണ് കേരളം മുടക്കുന്നത്. ഇതൊന്നും തിരികെ പലിശ സഹിതം കിട്ടണമെന്ന് നിബന്ധനയില്ല, മറിച്ച് നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഈ ബാധ്യത ഏറ്റെടുക്കുന്നത്. ഇതിനകം തന്നെ വിഴിഞ്ഞത്ത് ട്രയൽ റണ്ണിന്റെ ഭാഗമായി കപ്പലുകൾ വന്നപ്പോൾ GST ഇനത്തിൽ മാത്രം 182 കോടി രൂപയാണ് കേന്ദ്ര ഖജനാവിലേക്ക് എത്തിക്കഴിഞ്ഞത്. ഭാവിയിൽ പ്രതിവർഷം 6,000 കോടി രൂപയോളം കേന്ദ്രത്തിന് ഈ തുറമുഖം വഴി വരുമാനം ലഭിക്കും. എന്നിട്ട് നൽകുന്ന തുച്ഛമായ വിഹിതം പോലും വായ്പയായി മാറ്റി കേരളത്തെ കണക്കടിയിലാക്കുവാൻ ശ്രമിക്കുന്നത് ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ്. തൂത്തുക്കുടിക്ക് നൽകുന്ന നീതി വിഴിഞ്ഞത്തിന് ക്ഷണിക്കുന്നത് എന്തിനാണ്? വിഴിഞ്ഞം പദ്ധതിയുടെ യഥാർത്ഥ ശില്പികൾ ഇവിടുത്തെ ജനങ്ങളും നിശ്ചയദാർഢ്യമുള്ള ഗവൺമെന്റുമാണ് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിൽ ഒരു സന്തോഷകരമായ കാര്യമുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇവിടെ കെട്ടിപ്പടുക്കുന്നതോടൊപ്പം തന്നെ
പ്രദേശവാസികൾക്കായി മത്സ്യബന്ധനത്തിന് ഏറ്റവും ആധുനികവൽക്കരിച്ച സൗകര്യങ്ങളോടുകൂടിയ ഫിഷ് ലാൻഡിംഗ് സെന്റർ നിർമ്മിച്ചു നൽകണമെന്ന വാഗ്ദാനവും നടപ്പിലാക്കുകയാണ്. സർക്കാർ അതിന്റെ ഭാഗമായി നവീകരിച്ച ഫിഷ് ലാൻഡിംഗ് സെന്റർ ഡിസൈൻ പ്രദേശവാസികളുടെ കൂടി അഭിപ്രായം അനുസരിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. പുതിയ ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിന്റെ ഭാഗമായി നിലവിലുള്ള പുലിമുട്ട് നീട്ടാൻ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് പുലിമുട്ട് നീട്ടുന്ന പ്രവൃത്തി നിർവഹിക്കുന്നത്. ഇതിനായി 125 കോടി രൂപ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് സംസ്ഥാന ഗവൺമെന്റ് കൈമാറിയിട്ടുണ്ട്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, എന്റെ കടമയിലെത്തി കടക്കുകയാണ്. ഈ മഹാസമ്മേളനത്തിന് സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കടമ. ഈ പ്രവൃത്തികൾക്കാകെ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഇതിന്റെ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ശ്രീ VN വാസവനെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ബഹുമാനമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വാട്ടർവേസ് വകുപ്പ് മന്ത്രി ശ്രീ സർബാനന്ദ സോനോവാൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സ്ഥലം MLA ശ്രീ വിൻസെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മേയർ VV രാജേഷ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട MLA മാരായിട്ടുള്ള OS അംബിക, കടകംപള്ളി സുരേന്ദ്രൻ, CK ഹരീന്ദ്രൻ, ആൻസലാൻ എന്നിവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കോട്ടുകാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ, കൌൺസിലർ സജീന, ലതികകുമാരി, NS പിള്ള എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. പാളയം ഇമാം ഷുഹൈബ് മൗലവി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സ്വാമി ഗുരുദത്ത ജ്ഞാന തപസി ശാന്തിരി ആശ്രമം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഫാദർ നിക്കോളസ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട A റഹീം MP ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൃതജ്ഞത പറയുന്ന ഡോക്ടർ ദിവ്യ സയ്യർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ സ്വാഗതം പറയുന്നുണ്ട്. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മാനേജിംഗ് ഡയറക്ടർ ശ്രീ കരൺ അദാനിയെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊണ്ട് സ്വാഗതം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.